ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വ്യത്യസ്തമായൊരു മുട്ടക്കറിയാണ്. 150 ഗ്രാം ചുമന്നുള്ളി, 4-5 വെളുത്തുള്ളി, 1 ഇഞ്ച് കനത്തിൽ ഇഞ്ചി, 5 പച്ചമുളക്, ഇതെല്ലാം നന്നായിട്ട് അരിഞ്ഞ് വെച്ച് സൈഡിലേക്ക് വെക്കുക. 2 കറുവപ്പട്ടയുടെ ഇല, 5 ഏലക്ക, 1 ഇഞ്ച് കനത്തിൽ 2-3 കറുവാപ്പട്ട, 1 അല്ലി ജാതിപത്രി, പിന്നെ 100 ഗ്രാം അണ്ടിപ്പരിപ്പ് വെള്ളത്തിയിട്ട് കുതിർത്തത്. അടി കട്ടിയുള്ള പാത്രം എടുക്കുക. ഞാൻ എടുത്തിരിക്കുന്ന ഉരുളിയാണ്. അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ പശുനെയ്യ് ചേർക്കുക. ചൂടായതിനു ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. 2-3 മിനിറ്റ് നേരം നന്നായിട്ട് മൂപ്പിക്കുക. വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ചേർക്കുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർക്കുക. വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം കറുവപ്പട്ട ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ജാതിപത്രിയുടെ ഒരു അരി ചേർത്ത് കൊടുക്കുക. എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണം വരത്തക്ക രീതിയിൽ ചെയ്യുക. മിക്സിയുടെ ജാർ എടുക്കുക. അതിനകത്ത് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് പേസ്റ്റ് പരുവത്തിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് അടിച്ചെടുക്കുക. അതേ ഉരുളിയിൽ എടുത്തു വച്ചിരിക്കുന്ന കറുവപ്പട്ട, അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ ഏലക്ക, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്കും അരച്ച് വെച്ചിരിക്കുന്ന കശുവണ്ടി പരിപ്പ് അതിനകത്തേക്ക് ചേർക്കുക. നമ്മളിത് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കാരണം കുറച്ചൊന്ന് തിളച്ചാൽ മതി. അതായത് വേവ് വരുമ്പോഴത്തേക്കും നമുക്കറിയാം അതിനകത്ത് നെയ്യ് തെളിഞ്ഞു വരും. ഇപ്പം ഇതിനകത്ത് നെയ്യ് തെളിഞ്ഞിരിക്കുന്നത് കാണാം. ഇനി എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ കസൂരി മേത്തി. എടുത്തു വച്ചിരിക്കുന്ന പൊടികളെല്ലാം ഇട്ട് അതിനകത്തേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എടുത്തു വച്ചിരിക്കുന്ന തൈര്, അധികം പുളിയില്ലാത്തത്, 100 ഗ്രാം ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി വീണ്ടും യോജിപ്പിക്കുക. ഇനി നമുക്ക് മുട്ടയാണ് ഇട്ട് കൊടുക്കേണ്ടത്. പുഴുങ്ങിയ മുട്ട 2 സ്ലൈഡ് സ്ലിറ്റ് ചെയ്തതാണ്. 4 മുട്ട ചേർക്കുന്നുണ്ട് ഞാൻ. മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഫ്രഷ് ക്രീം 100 ഗ്രാം ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ഫ്രഷ് ക്രീം ഒഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് വീണ്ടും ഇളക്കുക. എപ്പോഴും ഉരുളി ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് താളിച്ചാണ് ചേർക്കേണ്ടത്. താളിക്കാനായിട്ട് കടുക് പൊട്ടിക്കുക. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം അരിച്ചു വെച്ചിരിക്കുന്ന ചുമന്നുള്ളി ചേർക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മൂത്തതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളക് 4 ഒടിച്ചത് ഇട്ട് കൊടുക്കുക. ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് മൂത്തതിന് ശേഷം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ആഡ് ചെയ്യും. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ അണ്ടാമലായി റെഡിയായിരിക്കുകയാണ്. ഇതൊരു നോർത്തേൺ സൈഡിലെ ഡിഷാണ്. ഇത് ചപ്പാത്തി, പൊറോട്ട, നൈസ് പത്തിരി, പാലപ്പം, വെള്ളയപ്പം എന്നിവയുടെ കൂടെ കഴിക്കാവുന്നതാണ്.